ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന പെടാപ്പാടിനിടയിലാണ് തിരുവനന്തപുരത്തെ പോലീസിന്റെ അനാസ്ഥയ്ക്ക് പിഴയടക്കേണ്ടി വന്നത്. ആലുവയിലെ സ്കൂൾ വാൻ ഡ്രൈവർക്ക് ആലുവ ഉളിയന്നൂർ സ്വദേശി സിദ്ദീഖിനാണ് പിഴയടക്കേണ്ടി വന്നത്. KL 20F 6067 എന്ന ബൈക്കാണ് നിയമലംഘനം നടത്തിയതായി ക്യാമറ ഒപ്പിയെടുത്തത്. എന്നാൽ 6067 പകരം 6063 എന്ന നമ്പറിനാണ് ആലുവ സ്വദേശി സിദ്ദീഖിനാണ് പിഴ അടക്കണമെന്ന നോട്ടീസ് വന്നത്. ഇന്ന് RTO ഓഫീസിൽ ചെന്നപ്പോഴാണ് എൻ്റെ ഈ വാഹനത്തിൻ്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് RTO ഓഫീസിൽ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു, ഒരു 250 രൂപ ഫൈൻ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. എന്നാൽ അത് അടച്ചോളാൻ പറഞ്ഞ് അതിൻ്റെ റെസീറ്റ് എടുത്തപ്പോഴാണ് അതിലൊരു ബൈക്കിൻ്റെ ഫോട്ടോ ആണ്, ഒരു ആക്റ്റീവ പോലുള്ളൊരു സ്കൂട്ടറിൻ്റെ ഫോട്ടോയിൽ ഫൈൻ ഇട്ടേക്കണതാണ്. കേരള പോലീസിൻ്റെയാണ് ഫൈൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് RTO ഓഫീസിലേക്കോ RTOക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ പറയുകയും സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അത് തിരുവനന്തപുരത്തുണ്ടായ സംഭവമാണെന്നും അതുകൊണ്ട് തിരുവനന്തപുരത്ത് കോടതിയിലേക്ക് പോയേക്കാണ്, കോടതിയിൽ ഈ പൈസ അടക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അത് അവിടെ എത്തുമ്പോൾ 250 രൂപയ്ക്ക് വേണ്ടി കോടതി പോകാൻ പറ്റാത്ത സാഹചര്യം പറഞ്ഞപ്പോൾ അത് റിലീസ് ചെയ്തു തരാം, ഇവിടെ നിന്ന് തന്നെ ഓൺലൈനിൽ അടക്കാൻ സൗകര്യം ചെയ്തു തരാമെന്ന് പറയുകയും ആ പൈസ ഞാൻ ഇപ്പോൾ അടച്ചിട്ട് പോന്നിരിക്കുകയാണ്. ഇത് പലവർക്കും ഒരുപാട് സംഭവിക്കുന്നുണ്ടെന്ന് അറിയണം. പക്ഷേ ഇത് ചെറിയ ചെറിയ പോലീസിൻ്റെ അനാസ്ഥയാണ്. എന്ന് വെച്ചാൽ പോലീസ് ഫോട്ടോ എടുത്ത ആ ഫോട്ടോയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇത് ഇനി ഒരാൾക്കും വരാതിരിക്കാനും ഇതിൻ്റെ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ അനാസ്ഥകൾ അവരുടെ ഇതും കൊണ്ട് പറ്റുന്ന അനാസ്ഥയാണ്. അതിന് നടപടികൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനെതിരെ പരാതി പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. സിദ്ദീഖ് വാഹന ഉടമയുടെ പേര് മാറ്റാൻ RTO ഓഫീസിൽ ചെന്നപ്പോഴാണ് പിഴയുണ്ടെന്നറിഞ്ഞത്. തുടർന്ന് തൻ്റേത് സ്കൂൾ വാഹനമാണെന്നും ചിത്രത്തിലുള്ളത് ബൈക്കാണെന്നും ചൂണ്ടിക്കാട്ടിയപ്പോൾ തിരുവനന്തപുരം പോലീസുമായി ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം. തിരുവനന്തപുരം പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ കേസ് കോടതിക്ക് കൈമാറിയെന്നും തിരുത്താൻ നടപടിക്രമങ്ങളേറെയുണ്ടെന്നും പോലീസ് അറിയിച്ചു. ആലുവയിൽ നിന്നും തിരുവനന്തപുരം പോകുന്നതിന് ചെലവേറെയുള്ളതിനാൽ ചെയ്യാത്ത കുറ്റത്തിന് 250 രൂപ പിഴ അടക്കേണ്ടി വന്നു. ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും സിദ്ദീഖ് പറഞ്ഞു. ന്യൂസ് 95 ആലുവ.